പ്രണയതാണ്ഡവം ഭാഗം 53. രചന സംഭാഷണം രുദ്രാരുദ്രപ്രിയ. താൻ ഇറങ്ങുന്നത് നോക്കി വാതിൽപ്പടിയോളം നിൽക്കുന്നവളെ കണ്ടു മനസ്സ് നിറഞ്ഞിട്ടാണ് ആദി പോയത്. എന്നാൽ ബാലയ്ക്കാണെങ്കിലോ ആ ഒരുവൻ പോകുന്നത് കണ്ടപ്പോൾ പതിവില്ലാത്ത സങ്കടം വന്ന് മൂടിപ്പോയി അവളുടെ മനസ്സിൽ. അമ്മയുടെ മുറിയിൽ നിന്നും മോനൂട്ടൻ്റെ കരച്ചിൽ കേട്ട് അവൾ വേഗം റൂമിലേക്ക് പോയി. മംഗലത്തമ്മയുടെ മടിയിലിരുന്ന് നിർബന്ധപൂർവ്വം കരയുകയാണ് ചെക്കൻ. എന്താ അമ്മേ, എന്തിനാ മോനൂട്ടൻ കരയുന്നത്? ഉണ്ണിക്കുട്ടൻ എവിടെ? അവൻ ബാത്റൂം പോയതാ മോളെ, അതിനായി ഈ ചെക്കൻ ഇങ്ങനെ കാറി കൂവുന്നത്. ബാലമ്മയുടെ പൊന്ന് കരയണ്ട, വായോ. കുഞ്ഞിനെ വാരിയെടുക്കുമ്പോൾ അവന് ദേഷ്യം വന്നു. ബാലയുടെ മുഖത്ത് ചെക്കൻ കൈവീശി അടിച്ചു. അവൾ ആ കുഞ്ഞ് കൈപിടിച്ച് അമർത്തി ഉമ്മ വെച്ചു. അപ്പോൾ അവനത് കളിയായി. കുഞ്ഞിനെ ഉമ്മ വെച്ച് മാറുമ്പോഴെല്ലാം അല്പം മുമ്പ് തൻ്റെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ച് നിന്നവൻ്റെ അതേ മണം. ഓഫീസിൽ പോകാൻ നേരം മോനൂട്ടൻ്റെ കവിളിൽ ഉമ്മ വെച്ചതും അവൾക്ക് ഓർമ്മ വന്നു. അപ്പോഴേക്കും അവളുടെ ചുണ്ടിൽ മനോഹരമായ പുഞ്ചിരി മുട്ടിട്ടു. ഉണ്ണിക്കുട്ടൻ വരുമ്പോൾ കുഞ്ഞിനെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു ബാല. കുറേ ദിവസമായി പച്ചക്കറി മാത്രം കഴിക്കുന്നത് കൊണ്ട് വയറിന് നല്ല സുഖം പോരാ മോളെ. ശങ്കരൻ അവിടെ ഉണ്ടെങ്കിൽ കുറച്ച് മീൻ വാങ്ങാൻ അവനോട് പറയൂ. ശങ്കരമാവൻ പറമ്പിൽ തേങ്ങ ഇടിയിക്കാൻ ആള് വന്നതുകൊണ്ട് അവിടേക്ക് പോയല്ലോ അമ്മേ. കമലമുണ്ടെങ്കിൽ അവളോട് പറയൂ, ഞാൻ വിളിക്കുന്നെന്ന് നീ പറഞ്ഞാൽ മതി. ബാല അടുക്കളയിൽ ചെല്ലുമ്പോൾ കാര്യമായ അലക്കിലാണ് കമലം. ചേച്ചിയെ അമ്മ വിളിക്കുന്നുണ്ട്. സാധാരണ ജോലി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിളിച്ചാൽ ദേഷ്യം വരുന്ന ആളാണ്. ഇന്നെന്തോ വിളിച്ച ഉടനെ തന്നെ കയ്യിലെ സോപ്പ് പദം മുഴുവനും ബക്കറ്റിലെ വെള്ളത്തിൽ കഴുകി ഉടുത്തിരുന്ന മുണ്ടിൽ കയ്യും തുടച്ച് കമലം അകത്തേക്ക് വന്നു. എന്താ അമ്മച്ചി എന്നെ വിളിച്ചത്? മംഗലത്തമ്മയുടെ റൂമിന് വെളിയിൽ വന്നു നിന്ന് കമലൻ ചോദിച്ചു. കുറച്ച് ദിവസമായി പച്ചക്കറി കഴിച്ച് വയറ് സുഖമില്ല. നീ ചന്തയിൽ പോയി കുറച്ച് നല്ല മീൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിക്ക്. ബാലമോളുടെ കയ്യിൽ പൈസ കൊടുത്തിട്ടുണ്ട്. ബാല പൈസയും മീൻ വാങ്ങാനുള്ള കവറുമായി പുറത്തേക്ക് വരുമ്പോൾ കമലം സന്തോഷത്തോടു കൂടി പോകാൻ റെഡിയായി വന്നു. എനിക്ക് അത്യാവശ്യമായി രമണിയെ കൂടി ഒന്ന് കാണണം. ഇവിടുത്തെ ജോലി കഴിഞ്ഞ് ചെല്ലുമ്പോൾ അവൾ പണി നിർത്തിപ്പോകും. ഇതാകുമ്പോൾ ചന്തയിൽ പോകുന്ന വഴിക്ക് എനിക്ക് തൊഴിലുറപ്പ് സ്ഥലത്ത് വെച്ച് അവളെ ഒന്ന് കാണുകയും ചെയ്യാമല്ലോ. കമലത്തിൻ്റെ ചന്തയിൽ പോകാനുള്ള ഉത്സാഹത്തിൻ്റെ കാരണം അപ്പോഴാണ് ബാലയ്ക്ക് മനസ്സിലായത്. മോനൂട്ടൻ്റെ തുണികളൊന്നും കമലത്തിൻ്റെ കയ്യിൽ നനയ്ക്കാൻ കൊടുക്കില്ല. അത് ബാല തന്നെയാണ് നനയ്ക്കുന്നത്. കുഞ്ഞിൻ്റെ കഴുകാനുള്ള തുണികളെല്ലാം നനച്ച് വിരിച്ച് ചീരയുണ്ടായിരുന്നത് തോരനും വെച്ചു, ചോറും വാർത്തു. അപ്പോഴേക്കും ചന്തയിൽ പോയ കമലം തിരികെ വന്നു. മീന് കണ്ടിച്ചു കൊടുത്തതിന് ശേഷം തേങ്ങയും ചിരകി വെച്ച് കമലം ബാക്കി തുണികൾ നനയ്ക്കാനായി പോയി. മീൻ കറി വെച്ച് കഴിഞ്ഞ് അടുക്കളയെല്ലാം ഒതുക്കി ബാല മോനൂട്ടൻ്റെ അടുത്തേക്ക് വന്നു. കുഞ്ഞിനെ കുളിപ്പിക്കുന്നതിനായി നിലത്ത് പാവിരിച്ച് അവനെ ഇരുത്തി. ദേഹത്ത് ബേബി ഓയിലും തേച്ചു. മോനൂട്ടൻ്റെ കയ്യും കാലും നീട്ടിയും മടക്കിയും ചെയ്യുന്നതൊക്കെ ഉണ്ണിക്കുട്ടൻ സൂക്ഷ്മമായി നോക്കിയിരുന്നു. എന്നീ ഇതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ടോ ബാലേച്ചി കുഞ്ഞിലെ? അവൻ്റെ ആകാംക്ഷ നിറഞ്ഞ ചോദ്യം കേട്ടപ്പോൾ ബാല ചിരിച്ചു. നിന്നെ അമ്മ പ്രസവിച്ചെന്നേ ഉള്ളൂ. നോക്കിയതും ഇതുവരെ വളർത്തിയതും ഒക്കെ ചേച്ചി തന്നെയാണ്. ഇതുപോലെയൊക്കെ എൻ്റെ മോന് എണ്ണ തേച്ച് കുളിപ്പിച്ചതൊക്കെ ബാലേച്ചി തന്നെ. കുറച്ചു നേരം മോനൂട്ടനുമായി കളിക്ക്. അപ്പോഴേക്കും ചേച്ചി കുളിക്കാനുള്ള വെള്ളം തണുപ്പ് മാറ്റി വെച്ചിട്ട് വരാം. കുഞ്ഞിനെ കുളിപ്പിച്ചതിന് ശേഷം എല്ലാവർക്കുമുള്ള ഭക്ഷണം വിളമ്പി ബാല. ഉണ്ണിക്കുട്ടനും ശങ്കരമ്മാവനും അമ്മയും കഴിക്കാനിരുന്നു. മോനൂട്ടന് ചോറും ചീരത്തോരനും അല്പം നെയ്യും കൂട്ടിച്ചേർത്ത് ഞരടി കൊടുത്തു ബാല. നീ എന്താ മോളെ ഇപ്പോൾ കഴിക്കുന്നില്ലേ? മംഗലത്തമ്മയുടെ ചോദ്യം കേട്ടപ്പോൾ അവൾ ഇല്ലെന്ന് പറഞ്ഞു. വേണ്ടമ്മേ, ഞാൻ പിന്നെ കഴിച്ചോളാം. അതെന്താ, നമുക്ക് ഒരുമിച്ച് കഴിക്കായിരുന്നല്ലോ. എനിക്കിപ്പോൾ വേണ്ടാഞ്ഞിട്ടാ. പറയുന്നുണ്ടെങ്കിലും ഇടയ്ക്കൊക്കെ നോട്ടം പുറത്തേക്ക് നീളുന്നുണ്ട്. ഉച്ചയ്ക്ക് കഴിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ട് പോയ ആ ഒരുവൻ മാത്രം ഇതുവരെ വന്നില്ല. ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ് കുഞ്ഞിനെ മംഗലത്തമ്മയെ ഏൽപ്പിച്ച് അടുക്കളയിലെ ബാക്കി പണികളൊക്കെ ഒതുക്കി കഴിഞ്ഞപ്പോഴേക്കും പുറംപണിയൊക്കെ തീർത്ത് പോകാൻ റെഡിയായി കമലം വന്നു. കമലേച്ചിക്കുള്ള ചോറും കൂടി കൊടുത്തു കഴിഞ്ഞ് ബാല കുളിക്കാൻ പോയി. കുളി കഴിഞ്ഞ് വേഷം മാറി ഉണ്ണിക്കുട്ടനെയും കൊണ്ട് റൂമിലേക്ക് വരുമ്പോൾ മോനൂട്ടൻ ഉറങ്ങിക്കഴിഞ്ഞു. എന്നാൽ ഞാൻ വീട് വരെ പോയിട്ട് വരട്ടെ അമ്മേ. അവിടെ ചെന്ന് നേരിട്ട് പറഞ്ഞാലേ ശരിയാകൂ. നീ അവിടേക്ക് ഒറ്റയ്ക്ക് പോണത് അമ്മയ്ക്കെന്തോ പേടിയാവുന്നു. ഉച്ചയ്ക്ക് കഴിക്കാനാണെങ്കിൽ ആദ്യം വന്നതുമില്ല, അല്ലെങ്കിൽ അവനും കൂടി വരുമായിരുന്നല്ലോ. അതൊന്നും സാരമില്ല, ഞാൻ പോയിട്ട് വേഗം വരാം. രണ്ടുപേരും കൂടി വീടെത്തുമ്പോൾ അവിടെ ആൾപ്പാർപ്പില്ലാത്തതുപോലെ കിടക്കുന്നത് കണ്ട് ബാല ഉണ്ണിക്കുട്ടനെ നോക്കി. വീടും പരിസരവും ആകെ കാട് പിടിച്ച് കിടക്കുന്നത് പോലെ.
മുറ്റം മുഴുവനും ചപ്പും ചവറും. അമ്മ മുറിയിൽ നിന്നും പുറത്തിറങ്ങിയില്ല. ലക്ഷ്മി ചേച്ചിയാണെങ്കിൽ വരുമ്പോൾ വൈകുന്നേരമാകും. വന്നു കഴിഞ്ഞാൽ ഉടനെ അത്താഴത്തിനുള്ള ജോലികളൊക്കെ ചെയ്യും. അപ്പോൾ പിന്നെ സമയമില്ല ബാലേച്ചി. ബാല ഒന്നും മിണ്ടിയില്ല. അകത്തേക്ക് കയറുമ്പോൾ റൂമും ഹാളും ഒക്കെ വാരി വലിച്ചിട്ടിരിക്കുന്നു. അമ്മയുടെ മുറിയിലേക്ക് കയറുമ്പോൾ കട്ടിലിൻ്റെ ഓരത്ത് പ്രാകൃത രൂപത്തിൽ കിടക്കുന്നുണ്ട്. ഒരു വട്ടം നോക്കിയേ ഉള്ളൂ ബാല. അവളുടെ നെഞ്ചു പൊടിഞ്ഞതുപോലെ തോന്നി. അമ്മ. ഉണ്ണിക്കുട്ടൻ്റെ വിളി കേട്ടാണ് സുമൻ തിരിഞ്ഞു നോക്കിയത്. എന്നാൽ ബാലയെ കണ്ടപ്പോൾ അവരുടെ കണ്ണുകൾ തിളങ്ങി. ആ മുഖം വിടർന്നു. എന്നാൽ തൻ്റെ നിറഞ്ഞ കണ്ണുകൾ അമ്മ കാണാതിരിക്കുന്നതിന് വേണ്ടി ബാല മുഖം തിരിച്ചു. എത്രയൊക്കെ വെറുപ്പാണെന്ന് പറഞ്ഞാലും തന്നെ പ്രസവിച്ച് ഇത്രയും വളർത്തിയ സ്ത്രീയാണ്. ഉണ്ണിക്കുട്ടന് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല. അവന് ഹോസ്റ്റലിലേക്ക് മാറണമെന്നാണ് പറയുന്നത്. ഈ വീട്ടിൽ അവൻ്റെ കാര്യങ്ങൾ നോക്കാൻ ആരുമില്ലെന്ന്. ആലോചിച്ചപ്പോൾ അതാണ് ശരിയെന്ന് എനിക്കും തോന്നി. അതൊന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ വരെ വന്നത്. അമ്മയുടെ മുഖത്തേക്ക് നോക്കാതെ ബാല മറ്റെങ്ങും നോക്കി അത്രയും പറഞ്ഞു. സുമ ദയനീയമായി ഉണ്ണിക്കുട്ടനെ നോക്കി. എനിക്കിവിടെ പറ്റുന്നില്ല അമ്മ. അമ്മ കഴിഞ്ഞ കുറേ ആഴ്ചയായി ഈ റൂമിന് പുറത്തേക്ക് വരുന്നില്ല. ഈ വീടിൻ്റെ കാര്യങ്ങളോ എന്നെക്കുറിച്ചോ അമ്മയ്ക്ക് എന്തെങ്കിലും വിചാരമുണ്ടോ? എനിക്ക് ഈ വീട്ടിൽ വരുന്നത് തന്നെ ഇപ്പോൾ പേടിയാണ്. ഞാൻ അതുകൊണ്ട് ഹോസ്റ്റലിലേക്ക് പൊയ്ക്കോട്ടെ. സുമ അതിന് തലയാട്ടുക മാത്രമാണ് ചെയ്തത്. മറുപടി ഒന്നും പറഞ്ഞില്ല. എന്നാൽ പിന്നെ നീ എടുക്കാനുള്ളതൊക്കെ എടുത്തോ, നമുക്ക് പെട്ടെന്ന് പോകാം. ബാല പറയുമ്പോൾ ഉണ്ണിക്കുട്ടൻ സുമയുടെ അടുത്ത് നിന്ന് എഴുന്നേറ്റു. ഇനിയുള്ള 2-3 ദിവസം മോൻ അമ്മയുടെ കൂടെ നിൽക്കാമോ? ചോദിക്കുമ്പോൾ സുമ കരയുന്നുണ്ടായിരുന്നു. അവരുടെ ആ ചോദ്യം ബാലയുടെ നെഞ്ചിനെ കീറി മുറിച്ചു. തൊണ്ടയോളം ഊറിക്കൂടിയ സങ്കടത്തെ ചുണ്ടുകൾ കൊണ്ട് കടിച്ചു പിടിച്ചു ബാല. ഉണ്ണിക്കുട്ടൻ ദയനീയമായി അമ്മയെ നോക്കി. കുഴിഞ്ഞ കണ്ണുകളും എല്ലിച്ച രൂപവുമായി അമ്മ. ഓർക്കുമ്പോൾ അവനും വിഷമമുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ആ വീട്ടിൽ നിൽക്കാൻ അവനിനി പറ്റില്ല. ബാലയെ നോക്കുമ്പോൾ അവൾ നിൽക്കാനായി പറഞ്ഞു. തിങ്കളാഴ്ച ചേച്ചി വരാം മോനെ വിളിക്കാൻ. അതുവരെ നീ ഇവിടെ നിൽക്ക്. ഇറങ്ങാൻ നേരം എന്തുകൊണ്ടോ കയ്യിലെടുത്ത പൈസ ഉണ്ണിക്കുട്ടൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു. നിറഞ്ഞ കണ്ണുകൾ ഷോളിൽ അമർത്തി തുടച്ചുകൊണ്ട് ബാല അവിടെ നിന്നും ഇറങ്ങി. തിരിച്ചവൾ ഓടുകയായിരുന്നു. എവിടെയെങ്കിലും ഒന്ന് തനിയെ ഇരുന്ന് പൊട്ടിക്കരയണമെന്ന് അവൾക്ക് തോന്നി. വീട്ടിലേക്ക് വന്നതും നേരെ മുറിയിലേക്ക് പോയി ബെഡിലേക്ക് വീണു. അത്രമാത്രം സുമയുടെ അവസ്ഥ അവളെ വേദനിപ്പിച്ചു. പക്ഷേ എന്തുകൊണ്ടോ ക്ഷമിക്കാൻ കഴിയുന്നില്ല. ഒരുപാട് സ്നേഹിച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രമാത്രം വെറുപ്പ് തോന്നുന്നത്. ആദ്യ വീട്ടിനുള്ളിലേക്ക് കയറി വരുമ്പോൾ സാധാരണയായി ആദ്യം കാണുന്നത് ബാലയെയാണ്. പക്ഷേ എന്നാൽ ഇന്ന് ഫ്രഷായി താഴേക്ക് വരുമ്പോഴും അവളെ കണ്ടില്ല. അമ്മയുടെ റൂമിൽ ചെല്ലുമ്പോൾ മോനൂട്ടൻ ഉറക്കമാണ്. അമ്മ ബുക്സ് വായിച്ചിരിക്കുന്നു. ബാല എവിടെ അമ്മേ? കണ്ടില്ലല്ലോ. സാധാരണ ഞാൻ വരുമ്പോൾ ഇവിടെ കാണുന്നതാണ്. ഉണ്ണിക്കുട്ടനെയും കൂട്ടി വീട്ടിൽ പോയിരുന്നു മോനെ, പക്ഷേ ഇതുവരെ വന്നിട്ടില്ല. ഇത്രയും താമസിക്കുമെങ്കിൽ അമ്മയ്ക്കൊന്ന് വിളിക്കാത്തതെന്താ? ഇടയ്ക്ക് ഞാൻ വിളിച്ചപ്പോൾ ഇറങ്ങിയെന്ന് പറഞ്ഞു. ഇനി വരുന്ന വഴിയിൽ ആരെങ്കിലും കണ്ട് സംസാരിച്ചു നിന്നോന്നറിയില്ല. ആദ്യ ഫോണുമായി ഹാളിലേക്ക് വന്നു. കോൾ പോകുമ്പോൾ തന്നെ ബാലയുടെ റൂമിൽ മൊബൈൽ റിങ് ചെയ്യുന്ന ഒച്ച കേട്ട് ആദ്യ ഫോൺ കട്ടാക്കി അകത്തേക്ക് കയറി. അപ്പോഴാണ് ബെഡിൽ കമിഴ്ന്ന് കിടന്ന് കരയുന്നവളെ കാണുന്നത്. അവളുടെ ആ കിടപ്പൊക്കെ കണ്ടപ്പോൾ ആദിക്ക് പെട്ടെന്ന് പരിഭ്രമം തോന്നി. എന്തെങ്കിലും അപകടം പറ്റിയോ എന്ന്. ആദി വേഗം മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. അമ്മ അന്വേഷിച്ചു വന്നാലോ എന്ന് കരുതി അവൾ റൂമിലുണ്ടമ്മേ. മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങാൻ തുടങ്ങുന്ന അമ്മയോട് പറഞ്ഞ് ആദി വേഗം ബാലയുടെ റൂമിലേക്ക് പോയി. മോനൂട്ടൻ കരഞ്ഞതുകൊണ്ട് അമ്മ കുഞ്ഞിൻ്റെ അടുത്തേക്കും. ആദി തിരികെ വന്ന് റൂം ചാരി അവളുടെ അടുത്തേക്കിരുന്നു. അവളുടെ തോളിൽ പിടിച്ച് ചരിച്ചു. എന്താ ബാല, എന്താ കാര്യം? നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? ബാല എഴുന്നേറ്റ് ഹെഡ് റെസ്റ്റിൽ ചാരി ഇരുന്ന് കണ്ണും മുഖവും അമർത്തി തുടച്ചു. എന്താ നിന്റെ സങ്കടം? എന്നോട് പറ. ബാല ആദ്യം ഒന്ന് കരച്ചിലടക്കാൻ വല്ലാതെ പാടുപെട്ടു. അമ്മയെ ഞാനിന്ന് കണ്ടു സാർ. ഒരുപാട് മാറിപ്പോയി. വയ്യ. എന്നെ കണ്ടപ്പോൾ ആ കണ്ണുകൾ തിളങ്ങിയത് ഞാൻ ശ്രദ്ധിച്ചു. ആ മുഖം വിടരുന്നതും. പക്ഷേ എനിക്കെന്തുകൊണ്ടോ ക്ഷമിക്കാൻ കഴിയുന്നില്ല. ഞാൻ എൻ്റെ അമ്മയെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു സാർ. എന്നിട്ടും എന്നെ തള്ളിക്കളഞ്ഞില്ലേ? ആരുമില്ലാത്തവളാക്കിയില്ലേ ബാലയെ? എനിക്കതൊന്നും മറക്കാൻ കഴിയുന്നില്ല. അമ്മയുടെ ഈ അവസ്ഥ കണ്ടിട്ട് സങ്കടവുമുണ്ട്. ഞാൻ എന്ത് ചെയ്യണം സാർ? പൊട്ടിക്കരച്ചിലോടുകൂടി മുഖം പൊത്തി കരയുന്നവളുടെ തോളിൽ ആദ്യമൊന്ന് തൊട്ടപ്പോൾ തന്നെ അവനെ തന്നിലേക്ക് വലിച്ച്
നെഞ്ചിൽ മുഖം ചേർത്ത് ബാല പൊട്ടിക്കരഞ്ഞു. അവളുടെ ആ നീക്കം ആദ്യം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതിൻ്റെ ഞെട്ടൽ ഒഴിച്ചു കഴിഞ്ഞാൽ അവൻ അവളെ ചേർത്ത് പിടിച്ച് തോളിൽ പതിയെ തട്ടി ആശ്വസിപ്പിച്ചു. അവളൊന്ന് പൊട്ടിക്കരയട്ടെ എന്ന് ആദിയും കരുതി. കരച്ചിലിൻ്റെ ആക്കൻ കുറഞ്ഞു വന്നപ്പോൾ ആദി അവളെ നേരെ പിടിച്ചിരുത്തി. അമ്മയെ പിരിഞ്ഞിരിക്കുന്നതിൽ സങ്കടമുണ്ടോ ബാല? ഇവിടെ നിന്ന് പോകണമെന്ന് തോന്നുന്നുണ്ടോ? ആദിയുടെ ചോദ്യം കേട്ടപ്പോൾ നിറഞ്ഞ കണ്ണുകൾ ഉയർത്തി നോക്കിയതല്ലാതെ ബാല അതിന് മറുപടി പറഞ്ഞില്ല. അവിടെ എനിക്ക് പേടിയാണ്. പണ്ട് എൻ്റെ കൂടെ അമ്മ ഉണ്ടായിരുന്നപ്പോൾ എത്ര പേടിയാണെങ്കിലും ഞാൻ അവിടെ കഴിഞ്ഞേനെ. പക്ഷേ എൻ്റെ അമ്മ എന്നെ തള്ളി പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ആ വീട്ടിൽ എങ്ങനെയാ? എനിക്ക് പറ്റില്ല. എനിക്ക് അയാളെ പേടിയാണ്. ആദ്യം അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്ത് പെരുവിരൽ കൊണ്ട് അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു. ബാല അവനിലേക്ക് കൂടുതൽ പറ്റിച്ചേർന്നു. എന്തിനാ ഈ സങ്കടം? അമ്മയ്ക്ക് സുഖമില്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ കാണിക്കാം. അതിനിങ്ങനെ കരഞ്ഞാൽ പ്രതിവിധി ഉണ്ടാകുമോ? ഉണ്ണിക്കുട്ടൻ ഹോസ്റ്റലിൽ പോകുന്ന കാര്യം അമ്മ സമ്മതിച്ചോ? 2 ദിവസം അവനെ കൂടെ നിർത്തുമോയെന്ന് കരഞ്ഞുകൊണ്ടാണ് എന്നോട് ചോദിച്ചത്. അത് കണ്ടപ്പോൾ എൻ്റെ ഹൃദയം തകർന്നു പോയി. പക്ഷേ അമ്മയെ എത്രയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും എനിക്ക് പറ്റുന്നില്ല. ചേർത്ത് പിടിക്കേണ്ട സമയത്ത് എങ്ങനെ അമ്മയ്ക്ക് എന്നെ തള്ളിക്കളയാൻ പറ്റി? എത്ര ആലോചിച്ചിട്ടും എനിക്കത് മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ കുറച്ചുനാൾ കൂടി കഴിയുമ്പോൾ എൻ്റെ മനസ്സ് പാകപ്പെടുമായിരിക്കും. ഓരോ ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളും ബാല തന്നെ കണ്ടുപിടിച്ചു കൊണ്ടേയിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവൾ ശാന്തത കൈവരിച്ചതുപോലെ ആദിക്ക് തോന്നി. താൻ ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ഞാനൊന്നും കഴിച്ചില്ലടോ. അമ്മ പറഞ്ഞു താനും ഒന്നും കഴിച്ചിട്ടില്ലെന്ന്. ഉച്ചയ്ക്ക് എന്താ വരാത്തത്? ചോദിക്കുമ്പോൾ ആ പെണ്ണിൻ്റെ മുഖത്ത് കരച്ചിൽ മാറി അവിടെ പരിഭവം നിറഞ്ഞു. ഉച്ചയ്ക്ക് വരാൻ ഇറങ്ങിയതാണ് പെണ്ണെ. പെട്ടെന്നാണ് 1-2 അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യാൻ ബാക്കിയുള്ളത് മീര ഓർമ്മപ്പെടുത്തിയത്. അപ്പോൾ പിന്നെ അതിൻ്റെ പുറകിലായി. ആരാ മീര? ആദിയുടെ വായിൽ നിന്നും മീരയുടെ പേര് കേട്ടപ്പോൾ ബാല ചുണ്ടു കൂർപ്പിച്ചു. അവളുടെ ആ ചോദ്യവും മുഖത്തെ ഭാവവും ഒക്കെ കണ്ടപ്പോൾ ആദിക്ക് ചിരി വന്നു. അതെൻ്റെ PA ആണ്. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അവളെ കളിയാക്കിയുള്ള ആദിയുടെ ചോദ്യം കേട്ടപ്പോൾ കട്ടിലിൽ നിന്ന് ഇറങ്ങി അഴിഞ്ഞ മുടിയും വാരിക്കെട്ടി ബാല നേരെ അടുക്കളയിലേക്ക് ചവിട്ടിത്തുള്ളി പോയി. അവളുടെ പോക്ക് കണ്ടപ്പോൾ ആദിക്ക് ചിരി വന്നു. മംഗലത്തമ്മയുടെ റൂമിൽ ചെന്ന് അവരെയും കഴിക്കാൻ വിളിച്ചു. രാത്രിയിൽ എനിക്കിനി വേണ്ട മോളെ, നിങ്ങൾ കഴിക്കുക. ആദിക്ക് ഭക്ഷണം വിളമ്പി ബാലയും കഴിക്കാനിരുന്നു. കഴിക്കാനിരിക്കുമ്പോഴും ആദി ഇരിക്കുന്ന ഭാഗത്തേക്ക് അവൾ നോക്കിയില്ല. കഴിച്ചു കഴിഞ്ഞ് പാത്രങ്ങളും എടുത്തുകൊണ്ട് നേരെ അടുക്കളയിലേക്ക് പോയി. മംഗലത്തമ്മയ്ക്ക് കുറച്ച് ഓട്സ് കാച്ചിയെടുത്തു. മോനൂട്ടന് ഒരു ദോശയും ഉണ്ടാക്കി. ഓട്സ് റൂമിൽ കൊണ്ടുവച്ച് മോനൂട്ടനെ കയ്യിലെടുത്ത് ഡൈനിങ്ങിൽ വന്നിരുന്നു. അവൻ ആ ദോശ മുഴുവനും കൊടുത്തു കഴിഞ്ഞ് വായും മുഖവും കഴുകിയ ഡ്രസ്സും മാറ്റി. ആദ്യ TV-യിൽ എന്തോ ന്യൂസ് ചാനൽ വെച്ചിരിക്കുകയാണ്. കുഞ്ഞുമായി മംഗലത്തമ്മയുടെ അടുത്തേക്ക് ചെന്നു ബാല. എന്താ മോളെ? ഇന്നൊരു ദിവസത്തേക്ക് മോനൂട്ടനെ എൻ്റെ അടുത്ത് കിടത്തിക്കോട്ടെ അമ്മേ. അതിനെന്താ, മോള് കിടത്തിക്കോ. കുഞ്ഞിൻ്റെ ബെഡ്ഷീറ്റും തുണിയുമൊക്കെ എടുത്തുകൊണ്ട് അവൾ നേരെ റൂമിലേക്ക് വന്നു. കുഞ്ഞിനെ വിരിച്ചു കിടത്തി ലൈറ്റ് ഓഫാക്കി ഡിം ലൈറ്റ് ഓൺ ചെയ്തു. അവനെയും ചേർത്ത് പിടിച്ചു കിടന്നു. TV-യുടെ മുന്നിലിരിക്കുന്നെങ്കിലും ബാലയുടെ പ്രവർത്തികളൊക്കെ ആദ്യം ശ്രദ്ധിച്ചിരുന്നു. അവനെന്തോ വല്ലാത്ത സന്തോഷം തോന്നി.